Welcome to another section of plus one mathematics sets. The complement of a set. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. പിന്നെ അതിനോട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറയും. First of all, we can define complement of a set. Let U be the universal set and A is a subset of U. Then the complement of A is the set of all elements of U which are not the elements of A. That means എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ എന്ന് പറയും. അതായത് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ഈസ് നോട്ട് ഇൻ എ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സെറ്റിൻ്റെ കോംപ്ലിമെന്റ് പറയണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസിനെ ഒഴിവാക്കിയിട്ട് യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെൻസിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്റ് ഓഫ് എ കിട്ടും. The complement of A is denoted by A dash or A bar or A complement. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമുക്കൊന്നെങ്കിൽ എ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ ബാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ടോപ്പിൽ പവർ ആയിട്ടൊരു സീൻ എഴുതിയാൽ മതി. ഇതൊക്കെ നമ്മൾ എ കോംപ്ലിമെൻറ്റിൻ്റെ നൊട്ടേഷൻസ് ആണ്. ദാറ്റ് ഈസ് എ ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് യു and x not element of A. That means elements in U which are not in A. That also we can write it as U minus A. അതായത് എ ഡാഷിനെ നമുക്ക് വേണമെങ്കിൽ യു മൈനസ് എ എന്ന് എഴുതാം. അതായത് യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് എ എന്ന് പറയുന്ന സെറ്റിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന സെറ്റ് തന്നെയായിരിക്കും എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ്. We can represent a complement in a Venn diagram. Let it be a rectangle. This rectangle represents the universal set U. Inside this rectangle, there is a subset A. This yellow part കാണുന്നത് set A ആണ്. A dash means elements in U which are not in E. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ള എയിലില്ലാത്ത എലമെൻറ്റ്സ്, അതായത് നമ്മൾ ഈ ഒരു സർക്കിൾ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഈ റെക്റ്റാങ്കിളിലെ എല്ലാ പാർട്ടും എ ഡാഷിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് യു മൈനസ് എ. Now we can take some example for the complement of a set. Now we can take some example for complement of a set. Let U is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and A is equal to set 4, 5. നമുക്കറിയാം യു എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റ്. അതിനകത്ത് 2 മെമ്പേഴ്സാണുള്ളത്, 4ഉം 5ഉം. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്ന സെറ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് ഈ 2 എലമെൻസിനെ ഒഴിവാക്കി ബാക്കി വരുന്ന എലമെൻറ്റ്സ് ചേരുന്ന സെറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത് എ ഡാഷ് എന്ന് പറയുന്നത്, അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 5, 6, 4, 5 ഒഴിവാക്കിയിട്ട് 6, 7, 8, 9, 10. That means 1, 2, 3, 6, 7, 8, 9, 10. This set is called a dash or a complement. Let U is equal to set of all real number. U എന്ന് പറയുന്നത് set of all real number ആയിട്ട് എടുക്കാം. Q എന്ന് പറയുന്നത് set of all rational numbers ആണ്. നമുക്കറിയാം Q എന്ന് പറയുന്നത് rational numbers-ന്റെ നൊട്ടേഷനാണ്. Q dash means set of all real number that are not rational number. അപ്പോൾ നോട്ട് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ക്യൂ ഡാഷ് ആയിരിക്കും, അതായത് ക്യൂ എന്ന് പറയുന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കോംപ്ലിമെൻ്റ് ഓഫ് ക്യൂ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. Now we can take some properties of complement of sets. The first property is complement of A complement is equal to A. നമുക്കൊരു വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇത് വെരിഫൈ ചെയ്യാം. നമുക്കറിയാം ദിസ് റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ദിസ് പാർട്ട് ഈസ് സെറ്റ് എ. ചിലപ്പോൾ ദ കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിനകത്തുള്ള എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കി കിട്ടുന്ന ഈ ഭാഗമാണ് എ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എ ഡാഷ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് ദിസ് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു വിച്ച് ആർ നോട്ട് ഇൻ ദിസ് പാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന സെറ്റിന് കിട്ടും. അപ്പോൾ അതിനർത്ഥം കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ്, എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ദ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നമുക്കറിയാം ദിസ് സെറ്റ് ഈസ് എ ആൻഡ് ദിസ് സെറ്റ് ഈസ് എ ഡാഷ്. എ യൂണിയൻ എ ഡാഷ് മീൻസ് ദ എൻറ്റയർ റെക്റ്റാങ്കിൾ, ദാറ്റ് ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ്. The third property is A intersection A dash is phi. നമുക്കറിയാം ഈ യെല്ലോ പാർട്ടിൽ കാണുന്നതാണ് സെറ്റ് എ, ഈ പാർട്ടാണ് എ കോംപ്ലിമെൻറ്റ്. ഇതിന് രണ്ടിനും കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു ഫൈ. നെക്സ്റ്റ്, ദി കോംപ്ലിമെൻറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റിൻ്റെയും സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റാണ്. അപ്പോൾ യു ഡാഷ് അല്ലെങ്കിൽ യു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. സിമിലർലി ദി കോംപ്ലിമെൻറ്റ് ഓഫ് നൾ സെറ്റ് ഈസ് ഈക്വൽ ടു ദ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. കോംപ്ലിമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ ഡാഷ് ഈസ് ഈക്വൽ ടു യു, എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈസ് ഈക്വൽ ടു ഫൈ, യു കോംപ്ലിമെൻറ്റ് ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റ് കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈ. ദെൻ phi complement is equal to u. These are some properties of complement of sets. Now there is one more property that is very, very important, that is called De Morgan's laws. Let A and B are any two sets, then A union B complement is equal to A complement intersection B complement. അതായത് എയും ബിയും ഏതെങ്കിലും രണ്ട് സെറ്റാണെങ്കിൽ എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. നമ്മൾ ഏത് രണ്ട് സെറ്റ് എടുത്തിട്ടും അതിൻ്റെ യൂണിയൻ കണ്ടിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് കണ്ടാൽ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഡി മോർഗൻ ലോ. ദ സെക്കൻഡ് ഡി മോർഗൻ ലോ സേസ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതായത് രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ യൂണിയൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് രണ്ട് സെറ്റ് എടുത്തിട്ട് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രണ്ട് സെറ്റിൻ്റെയും യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും. സിമിലർലി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ വെരിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് സെറ്റ് എ ആണ്, ഇത് സെറ്റ് ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എക്ക് പുറത്തുള്ള ഭാഗവും ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബിക്ക് പുറത്തുള്ള ഭാഗവും എടുക്കാം. അതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള പാർട്ടായിരിക്കും എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പാർട്ടാണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന റെക്റ്റാങ്കിളിനകത്തുള്ള ഭാഗമാണ്. അത് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ള ഭാഗവും ബിക്ക് പുറത്തുള്ള ഭാഗവും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് പാർട്ട് ഈസ് എ യൂണിയൻ ബി. ദി കോംപ്ലിമെൻ്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഭാഗമാണ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അത് ആക്ച്വലി എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് തുല്യമായിരിക്കും. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ള ഭാഗവും ബിക്ക് പുറത്തുള്ള ഭാഗത്തിൻ്റെയും കോമൺ പാർട്ടാണ് ഈ കാണുന്ന ഭാഗം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡി മോർഗൻ ലോ എന്ന് പറയുന്നത് ഇങ്ങനെ വെരിഫൈ ചെയ്യാം. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നമുക്കറിയാം ദിസ് ഈസ് സെറ്റ് എ, ദിസ് ഈസ് സെറ്റ് ബി. ദെൻ this part is called A complement and this part is called B complement. അപ്പോൾ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്. അത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റിന് തുല്യമായിരിക്കും.